നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ദയനീയ പരാജയത്തിന് പിന്നാലെ CPM-ൽ താഴെ തട്ട് മുതൽ മുകളിലത്തെ തട്ട് വരെ തെറ്റുതിരുത്തൽ ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും അകന്നു പോയതാണ് തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടി കമ്മിറ്റികൾ ഒന്നടങ്കം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ജനങ്ങളെ ഇനിയും എങ്ങനെ അകറ്റി നിർത്താമെന്ന കാര്യത്തിൽ ഒരു പുതിയ വിപ്ലവകരമായ മാതൃക കാട്ടിത്തരാൻ ഒരുങ്ങുകയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെ, തോറ്റുവെങ്കിലും തന്റെ ഗാംഭീര്യത്തിനും പിടിവാശികൾക്കും ഒരു കുറവുമില്ല എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാൻ ഒരുങ്ങുന്ന പിണറായി വിജയൻ മുൻഗാമികൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കടും നിബന്ധനകളാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന്റെ ദേഷ്യം തീർക്കാനാണോ എന്നറിയില്ല, തന്നെ കാണാൻ പൊതുജനങ്ങളോ സന്ദർശകരോ കന്റോൺമെന്റ് ഹൗസിന്റെ പടി ചവിട്ടരുത് എന്നാണ് ലൈൻ. അതിനുവേണ്ടി കന്റോൺമെന്റ് ഹൗസിന് പുറമെ നിയമസഭാ മന്ദിരത്തോട് ചേർന്ന് വിപുലമായ മറ്റൊരു സ്വതന്ത്ര ഓഫീസ് സമുച്ചയം കൂടി വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ ഉള്ളതുപോലെ പ്രതിപക്ഷ നേതാവിനും പ്രത്യേക സാമ്രാജ്യം വേണമെന്ന്. പബ്ലിക് റിലേഷൻസ് പാളിയതാണ് പാർട്ടിയുടെ അന്തകനായതെന്ന വിലപിക്കുന്ന AKG സെന്ററിന് ജനങ്ങളെ കന്റോൺമെന്റ് ഹൗസിന് പുറത്തു നിർത്താനുള്ള ഇരട്ടത്താപ്പ് വലിയൊരു പ്രഹരമാകും എന്നതിൽ തർക്കമില്ല. പാർട്ടി തിരുത്തിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ വഴങ്ങുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നിലവിൽ മകൾ വീണ വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെയും വാടക വീട്ടിലാണ് പിണറായി വിജയനും ഭാര്യ കമലയും കഴിയുന്നത്. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം ഇവിടെ താമസിക്കുമെന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ഇതിനിടയിൽ ഈ വാടക വീടിന് മുന്നിൽ വെച്ച് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം നമ്മൾ കണ്ടതാണ്. എന്തായാലും കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാൻ വൈകുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ നിന്നും ഒഴിയാത്തത് കൊണ്ടാണെന്നും പിണറായി മുൻപ് വാർത്താ സമ്മേളനത്തിൽ പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നതോടെ കന്റോൺമെന്റ് ഹൗസ് അടിമുടി പുതുക്കി പണിത് പിണറായിയും സംഘം അങ്ങോട്ടേക്ക് മാറും. അവിടെ ഒരു പുതിയ ഓഫീസ് എന്ന സ്വപ്നം നടക്കണമെങ്കിൽ നിലവിൽ സ്പീക്കറായ തിരുവഞ്ചൂർ കൂടി മനസ്സ് വയ്ക്കണം എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ഈ കന്റോൺമെന്റ് മോഹത്തിന് പിന്നിൽ മറ്റൊരു കൗതുകകരമായ മറ്റൊരു കഥ കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയനേക്കാൾ സുരക്ഷയും സൗകര്യവും ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വളർത്തുനായായ റോബിൻ ആണ്. ആദ്യം AKG സെന്ററിന് അടുത്തുള്ള ചിന്താ ഫ്ളാറ്റിലേക്ക് മാറാനായിരുന്നു പിണറായി താല്പര്യം. എന്നാൽ ഫ്ളാറ്റ് സംസ്കാരത്തിൽ നമ്മുടെ റോബിന് യഥേഷ്ടം നടക്കുവാനോ കുരയ്ക്കുവാനോ വിഹരിക്കുവാനോ കഴിയില്ല എന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയതോടെയാണ് ഫ്ളാറ്റ് വേണ്ട എന്ന് വെച്ചത്. അങ്ങനെ റോബിന്റെ പരമാധികാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് കന്റോൺമെന്റ് ഹൗസ് എന്ന വിശാലമായ ബംഗ്ലാവ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. മകൾ വീണയും റിയാസും വാടക വീട്ടിൽ തന്നെ തുടരുമ്പോൾ പിണറായിയും ഭാര്യയും പേഴ്സണൽ സ്റ്റാഫും പിന്നെ VIP അന്തേവാസിയായ റോബിനും മാത്രമായിരിക്കും കന്റോൺമെന്റ് ഹൗസിലെ പുതിയ താമസക്കാർ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നേതാക്കളുടെ ആഡംബര ജീവിതവും ധാർഷ്ട്യവും തിരുത്തുമെന്ന് കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി തന്നെ വളർത്തുനായയുടെ ആഡംബരത്തിന് വേണ്ടി ഔദ്യോഗിക വസതി വാശി പിടിച്ച് വാങ്ങുന്നതും സന്ദർശകരെ കാണുവാൻ വേറെ ഓഫീസ് ചോദിക്കുന്നതും. താഴെത്തട്ടിലുള്ള പാവം അണികളോട് ലളിത ജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ഉന്നത നേതാക്കൾക്ക് സുഖ സൗകര്യങ്ങൾക്കായിട്ട് പൊതുഖജനാവ് ദൂർത്തടിക്കാൻ മടിയില്ലാതായിരിക്കുകയും ചെയ്യുന്ന ഈ അസൽ കമ്മ്യൂണിസ്റ്റ് ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ശാപം. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്യുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയ എത്രത്തോളം വലിയ പരാജയമാണെന്ന് അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കം. ഈ പുതിയ ഓഫീസ് നയ സുരക്ഷാ നാടകങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ പോക്ക് പോയാൽ ജനങ്ങൾ ഇനിയും തിരുത്തിക്കും എന്ന കാര്യത്തിൽ CPM-ന് ഒട്ടും സംശയം വേണ്ട.